നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ റാപ്പിഡ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ തകർപ്പൻ ഗെയിമുകളും അതുപോലെ വമ്പൻ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഫിഡെ കാൾസനെ ടൂർണമെൻറ്റിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. കാൾസൺ ടൂർണമെൻറ്റിൻ്റെ ഡ്രസ് കോഡ് ഫോളോ ചെയ്യാതെ ജീൻസ് ഇട്ട് വന്നു എന്നതാണ് പ്രശ്നം. കാൾസൺ പറയുന്നത് ലഞ്ചിന് ശേഷം റൂമിലേക്ക് തിരിച്ചു പോകാനോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ ഉള്ള സമയം കിട്ടിയില്ല എന്നാണ്. ടൂർണമെൻറ്റ് സമയമായതുകൊണ്ട് ലഞ്ചിന് ശേഷം നേരെ ഹാളിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ഡ്രസ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നും പറയുന്നുണ്ട്. കാൾസൺ ഇതിനു മുമ്പും ഒരുപാട് ടൂർണമെൻറ്റുകളിൽ താമസിച്ചെത്തിയിട്ടുണ്ട്. അന്ന് ഡ്രസ്സ് കറക്റ്റ് ആയിരുന്നതുകൊണ്ടായിരിക്കും അതൊന്നും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത്തവണ ഹാളിലേക്ക് എത്തിയപ്പോൾ തന്നെ അടുത്ത റൗണ്ടിന് മുമ്പായിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരണമെന്ന് ആർബിട്രുടെ ഭാഗത്തുനിന്ന് വാണിംഗ് കിട്ടിയെന്നും എന്നാൽ അടുത്ത റൗണ്ടിന് മുമ്പായിട്ട് ഡ്രസ്സ് ചെയ്തു വരാനുള്ള സമയമില്ല എന്നും നാളെ വരുമ്പോൾ കറക്റ്റ് ഡ്രസ് കോഡിൽ വരാമെന്ന് ആർബിട്രെ അറിയിച്ചിട്ടും ആർബിട്രർ സമ്മതിച്ചില്ല എന്നാണ് കാൾസൺ പറയുന്നത്. എന്തായാലും ഇപ്പോൾ കാൾസൺ ടൂർണമെൻറ്റിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. നിലവിലെ റാപ്പിഡിലെയും ബ്ലിറ്റ്സിലെയും ലോക ചാമ്പ്യൻ കാൾസൺ തന്നെയാണ്. ഇപ്പോൾ ടൂർണമെൻറ്റിൽ നിന്നും പുറത്തായതോടെ ഈ രണ്ട് ഫോർമാറ്റിലും ഇനി പുതിയ ലോക ചാമ്പ്യനാവും വരാൻ പോകുന്നതെന്ന് ഉറപ്പായി. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ടൂർണമെൻറ്റിൽ ഒരുപാട് തകർപ്പൻ ഗെയിമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഗെയിം ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ 5ാമത്തെ ഗീവ് അവേയുടെ വിന്നറെ കൂടെ നമുക്ക് വളരെ വേഗം തിരഞ്ഞെടുക്കാം. ഇത്തവണ 21 പേരാണ് പങ്കെടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ ഉപയോഗിച്ച അതേ ആപ്ലിക്കേഷൻ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. റാൻഡം ഗാലറിയാണ്. നമ്മൾ ഓരോ തവണ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴും ഇതിലുള്ള സ്ക്രീൻഷോട്ടുകൾ മാറി മാറി വരും. നമുക്കിപ്പോൾ സമയം 8:42 8:43 വരെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യും. ആ സമയത്ത് ആരാണോ വരുന്നത് അവരായിരിക്കും നമ്മുടെ വിന്നർ. അതായത് ഇതിൻ്റെ നടുക്കായിട്ട് വരുന്ന ആൾ. കഴിഞ്ഞ തവണ വ്യക്തമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വേഗത്തിൽ പറയുന്നത്. നമുക്ക് 5ാമത്തെ ഗീവ് അവേ നേരത്തെ നടത്തേണ്ടതായിരുന്നു, കണ്ടെത്തേണ്ടതായിരുന്നു. നമ്മുടെ പാരാമൗണ്ടിൻ്റെ ആൾ അവർ യാത്രയിലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് സ്ക്രീൻഷോട്ടുകൾ അയച്ചു തരാൻ വൈകിയത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അവർ കണ്ടുപിടുത്താം. 8:42 കഴിഞ്ഞ് പോകുന്നില്ലല്ലോ. ഇതുവരെയുള്ള എല്ലാവർക്കും ഓക്കെ. നടുക്കാട്ട് ആരാണോ ഒന്നേന്ന് നോക്കാം. പേരില്ല ഒരു നമ്പറാണ്. ഈ നമ്പറാണ് ജിജോ ജാക്കോബ്.